തൂഫാൻ എന്നുള്ള രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ ദൗത്യം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. അതല്ലാണ്ട് ഈ അനക്ക് തോന്നിയ പോലെ നടക്കുക, എന്നിട്ട് പിണറായി വിജയനെതിരെ കള്ളപ്രചരണം നടക്കൂല മോളെ. അതൊക്കെ അങ്ങ് നിങ്ങളെ പാർട്ടിക്കുള്ളിൽ നടക്കും. കേരളത്തിലെ പൊതുജനങ്ങൾ എടുത്തു വന്നിട്ട് ഈ മാതിരി ഊളത്തരം കാണിക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും പറയട്ടെ, ആ വീഡിയോ എടുത്തിട്ട് ഒന്ന് വിമർശനാത്മകമായ ചിന്തയിലൂടെ നീ കടന്നു പോകണം. എന്നിട്ട് നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നീ മാപ്പ് ചോദിക്കണം പിണറായി സഖാവിനോട്. അതിന് ധൈര്യം ഉണ്ടാനക്ക്. നിങ്ങൾ ഫാത്തിമ താഹിലിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ലൈക്ക് ചെയ്യാതെയും പോകല്ല്. ഫാത്തിമ താഹിലിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ ഫാത്തിമ താഹിലിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നേക്കുവാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാത്തിമ താഹിലിയ നിയമസഭയിൽ പോയത് കണ്ട് ഫാത്തിമ താഹിലിയ പുള്ളിക്കാരിക്കുണ്ടായ ഒരു അനുഭവം അവിടെ പങ്കുവെച്ച്, ഇനി ഇതുപോലൊരു അനുഭവം മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാവരുത് എന്നതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി അവിടെ അത് പങ്കുവെച്ചത്. പിന്നെ പിണറായി വിജയനെതിരെ എന്തെങ്ങാണ്ടൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരി വന്നിരുന്നിട്ട് രൂക്ഷമായിട്ട് ഫാത്തിമ താഹിലിയെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോയിൽ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ യുവതി ഉണ്ടല്ലോ, കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഞാനിവിടെ വീഡിയോ വെച്ച് തരാം. മാത്രമല്ല, പുള്ളിക്കാരി എവിടുന്നോ എന്തൊക്കെയോ നക്കാപ്പിച്ച എന്തൊക്കെയോ പൈസ കണ്ട് മേടിച്ച്, ആരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ച് ഫാത്തിമ താഹിലിയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോയുടെ അടിയിൽ ഇതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ കുറേ ആളുകൾ ഫാത്തിമ താഹിലിയെ വിമർശിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഇതുപോലുള്ള വീഡിയോസിൻ്റെ സത്യാവസ്ഥ അറിയാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്? ഫാത്തിമ താഹിലിയ ആരാണെന്ന് എന്താണെന്ന് ഇപ്പം കൗമുദിക്കകത്തൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് പോയി കാണുക. ഈ ഒരു 33 വയസ്സിൽ MLA ആയി ഇവിടം വരെ എത്തി നിൽക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടതകൾ സഹിച്ചു വന്നൊരു ഒരു യുവതിയാണ് ഫാത്തിമ താഹിലിയ. ഇവിടം വരെ എത്തിയത് അതും ഈ പറഞ്ഞിട്ടുള്ള നല്ലൊരു വിശ്വാസ കുടുംബത്തിൽ നിന്ന് ഇതേപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി MLA ആയി ഒരാൾ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ MLA ആവണമെങ്കിൽ എന്തുമാത്രം ത്യാഗം സഹിച്ച് കാണുമെന്ന് നമുക്ക് പറയേണ്ട കാര്യം. എന്തായാലും പെട്ടെന്ന് ഒരാളെ പിടിച്ചങ്ങോട്ട് MLA കസേരയോട്ട് ഇരുത്തത്തില്ലല്ലോ. അതുപോലെ പെട്ടെന്ന് ഒരാളെ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കത്തുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഈ പെണ്ണ് പറയുന്നതെന്ന് കേൾക്കാം. ഇത് എവിടുന്നോ പൈസ മേടിച്ച് വന്നിട്ട് ഇത് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫാത്തിമ താഹിലിയെ ഡീഗ്രേഡ് ചെയ്യാനും ഫാത്തിമ താഹിലിയ എന്നൊരു സ്ത്രീ MLA ആയി ഇങ്ങനെ കണ്ണു മുമ്പിലൂടെ പോകുന്നത് കണ്ട് കുരു പൊട്ടുന്ന ഒരു പെണ്ണായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇത്രയും കിടന്ന് അലയ്ക്കേണ്ട കാര്യമാണ്. ഫാത്തിമ താഹിലിയ നിയമസഭയിൽ സംസാരിച്ചതെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരാളെ അടച്ച് ആക്ഷേപിക്കാനോ കള്ളത്തരമൊന്നും പുള്ളിക്കാരി അവിടെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാനിവിടെ പുള്ളിക്കാരിയുടെ വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം. നല്ല ചുട്ട മറുപടി നിങ്ങൾ കമൻറ്റിലൂടെ ഈ പ്രതികരിക്കുന്ന ഈ സഹോദരിക്ക് കൊടുക്കുകയും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങളൊന്ന് കണ്ടുപോകെ. തഹ്ലിയ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരത്തി നിയമസഭയിലെ സാമാജിക എന്ന രീതിയിൽ സംസാരിക്കുകയാണ് നിയമസഭയിൽ. പുള്ളിക്കാരത്തിക്കെതിരെ സൈബർ ബുള്ളിങ്, മുഖമില്ലാത്ത ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട് അത്രേ. അന്നേ മോളെ എന്നോട് പറഞ്ഞതല്ലേ, ഞങ്ങളെ കൊണ്ട് എന്തും കൂട്ടിയാ കൂടും, അന്നെ കൊണ്ടും നിങ്ങളെ പാർട്ടിക്കാരെ കൊണ്ടും അത് താങ്ങൂല. പിന്നെപ്പ വന്ന് മോങ്ങിയിട്ടൊരു കാര്യമില്ല. രണ്ട് പാർട്ടിയിലുള്ള ആളുകൾ വ്യത്യസ്തമാണ്. ഞങ്ങള് അവിടെ കുരക്കുമ്പോഴേക്കെ ഇവിടെ കുരക്കാൻ പോകാറില്ല. ഞങ്ങൾ കുരക്കുന്നവരൊക്കെ അതിന്റെ വഴിക്ക് വിടാറുള്ളത്. അല്ലാണ്ട് നിങ്ങളെ പോലെ എണ്ണീട്ട് മാലയിൽ കോർത്ത് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് നിയമസഭയിൽ വിളമ്പാനൊന്നും ഞങ്ങൾ പോകാറില്ല. വഴി കിടന്ന് കുരക്കുന്ന പട്ടികൾക്ക് ഞങ്ങൾ ഒരു വിലയും കൊടുക്കാറില്ല. ഇത് നിയമസഭയിൽ വന്നിട്ടേ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോളെ. സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് ഉണ്ടാവും. അത് എന്റെ വീഡിയോക്ക് താഴെ ഇത് ആരോ എന്തോ എഴുതി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫാത്തിമ താഹിലിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വലിയ മാസാന്നുള്ള രീതിയിലാണ് വന്നിരുന്നിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നത്. ഒരു മാസമല്ല, കണ്ടിട്ടൊന്നും തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഫാത്തിമ താഹിലിയയ്ക്ക് ഉണ്ടായ ഈ സൈബർ അറ്റാക്കിൻ്റെ കാര്യം വിമർശിക്കാം.
അഭിപ്രായങ്ങൾ പറയാം, അതിനോട് കുഴപ്പമില്ല. പക്ഷേ ഫോട്ടോ ഫാത്തിമ തഹ്ലിയയുടെ ഫോട്ടോ വെച്ചിട്ട് അതിനകത്ത് എന്ത് തോന്നിവാസം എഴുതി പിടിപ്പിച്ച് അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്തതിൻ്റെ പേരിലാണ് പുള്ളിക്കാരി അവിടെ ഒരു എ വെച്ചിട്ട് ഫോട്ടോ വെച്ച് പല രൂപത്തിലും കോലത്തിലും ഒരു സ്ത്രീയുടെ ഫോട്ടോ ആക്കി വെക്കുമ്പോഴത്തേക്ക് ആ സ്ത്രീ അത് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലി കാണുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് കാണുമ്പോഴത്തേക്ക് മക്കൾ കാണുമ്പോഴത്തേക്ക് ഇവരൊക്കെ കാണുമ്പോഴത്തേക്ക് അത് ഒരു ഭയങ്കര ഒരു മനസ്സിന് വേദന ഉണ്ടാക്കും. അത് അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ ഫോട്ടോയാണ് അതുപോലെ വെച്ചിട്ട് ആക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് വിഷമമാവോ സങ്കടമാവോ, അതോ നിങ്ങൾ വീണ്ടും വീണ്ടും അത് വെച്ചിട്ട് എന്ത് കോലം വേണമെങ്കിലും ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുമോ? ഫാത്തിമ തഹ്ലിയ ചെയ്തതും അതാണ്. നാളെ ഒരുത്തനും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു സ്ത്രീയാണ് അതാദ്യം മനസ്സിലാക്കുക. ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പല രൂപത്തിലും പല കോലത്തിലും ആക്കിയതിനാണ് പുള്ളിക്കാരി പ്രതികരിച്ചത്. അല്ലാതെ ഫോട്ടോ വെച്ചിട്ട് പ്രതികരിച്ചതിനല്ല. അഭിപ്രായങ്ങൾ പറയാം. അതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ, ആ വി ഡി സതീശൻ്റെ ഫോട്ടോ വെച്ചിട്ടും തോന്നിവാസം കാണിച്ചതിനാണ് അതിന് നടപടിയെടുത്തത്. അല്ലാതെ അഭിപ്രായം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. എത്ര ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ തോന്നിവാസം കാണിക്കുന്ന കാലമാണ്, എന്തും ആവാന്നുള്ള രീതിയിൽ അത് അവരവരുടെ കുടുംബത്ത് വന്നു കഴിയുമ്പോഴേ അവരവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ കേട്ടോ പെങ്ങളെ. അപ്പോൾ പെങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം വരുമ്പോഴും പെങ്ങൾ ഇങ്ങനെ ഇവിടിരുന്ന് സംസാരിക്കണം കേട്ടോ. ഈ ബാക്കിയൂടെ കേട്ടോളാം. താഴെ ഒക്കെ ഉണ്ട്, മുഖമില്ലാത്ത ആളുകൾ ഉണ്ടാകും. അതിനെതിരെ പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിയമസഭയിൽ പോയിട്ട് പ്രതികരിക്കുക. അത്രേ കൂട്ടിയാ കൂടൂലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. അതല്ലാണ്ട് നിയമസഭയിലെ സാമാജിക എന്നുള്ള രീതിയിൽ ആ പ്രിവിലേജ് വാങ്ങി പറ്റലല്ല. അവിടെ കയറിക്കൂടാൻ വേണ്ടി കുറെ കള്ളത്തരങ്ങൾ നടത്തില്ലേ, കുറെ കള്ളപ്രചരണങ്ങൾ നടത്തില്ലേ. ഞങ്ങളന്നൊന്നും സാമാജിക അല്ലെങ്കിൽ നിയമസഭയിലെ ആളാണ്, ഞങ്ങളാണ് ഭരണം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രിവിലേജും ഒന്നും വാങ്ങാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ മോളെ, ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അനക്കും ബാധകാണ്. പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. അനക്കെന്തും പറയാ എന്നുള്ള ലൈസൻസ് ഒന്നും ഇവിടെ ആരും തന്നിട്ടില്ല. നിയമസഭയിൽ സാമാജികയാണെന്ന് വിചാരിച്ചിട്ട് ആരും പ്രിവിലേജ് തന്നിട്ടില്ല. ഈ സാധാരണ ജനങ്ങളാണ് എന്നെ നിയമസഭയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വല്ല കാര്യങ്ങളും പോയി സംസാരിക്കണം അവിടെ. അതല്ലാണ്ട് അന്നെ സംരക്ഷിക്കലല്ല നിയമസഭയിലുള്ള ആളുകൾക്കുള്ള പണി. നീ എന്താ നിയമസഭയിൽ പ്രസംഗിച്ചത്? നോക്കി വായിക്കുമ്പോ കാണാതെ പറയാൻ കഴിയില്ലെങ്കിൽ നോക്കി വായിക്കുമ്പോ സത്യം കൊണ്ടുവന്ന് എഴുതി വായിച്ചൂടെ? പുള്ളിക്കാരത്തി ഇങ്ങനെ പറയാ, ഓഖി ദുരന്ത സമയത്തും കവളപ്പാറ ദുരന്ത സമയത്തും 10 വർഷം ഭരിച്ച പിണറായി സഖാവ് അവിടെ എത്തിയിട്ടില്ല. മോളെ, നോണ പറയുമ്പോ ഒരിത്തിരി ഉളുപ്പ് വേണം. അത് മൂരികളെ കൂട്ടത്തിൽ പെട്ട അനക്കും ഈ ഉളുപ്പില്ലെന്നറിയാ. പക്ഷെ പെണ്ണായ അനക്കൊരിത്തിരി ഉളുപ്പ് വേണ്ടേ? ഒരാളെ കുറിച്ചിട്ട് പച്ചക്കള്ളം സ്പ്രെഡ് ചെയ്യുമ്പോ നാട്ടുകാർക്കിടയിൽ ഈ നാട്ടുകാരെന്നെ പോലെ മൂരിയല്ല, അത്രയും ബുദ്ധിയില്ലാത്ത ആളുകളല്ല കേരളത്തിലെ ജനങ്ങള്. അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ വസ്തുത വിരുദ്ധമായിട്ട് സംസാരിക്കരുത്. പിണറായി വിജയൻ പോയിട്ടുണ്ടോന്ന് ഈ ഒന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു. അതല്ലെങ്കിൽ അനക്ക് കള്ളപ്രചരണങ്ങൾ പേപ്പറിൽ എഴുതി തന്ന ആളുകൾ എഴുതി തന്നിട്ട് അത് കയ്യിൽ മടക്കി തരുമ്പോ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കണേ, ഇത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത്. അപ്പൊ ഈ എന്താ ചെയ്തത്? സോഷ്യൽ മീഡിയ നിനക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിച്ചതല്ലേ, അല്ലാണ്ട് അനക്ക് മാത്രം നിയമസഭയിലെ സാമാജികയാണ് എന്ന് വിചാരിച്ചിട്ട് വലിയ പ്രിവിലേജ് ഉണ്ടോ? ഇല്ല. എന്ത് കള്ളപ്രചരണം നടത്തിയെന്നാണ് പറയുന്നത്? എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ ആ നിയമസഭയിൽ ഫാത്തിമ തഹ്ലിയ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പോയി കാണുക. എന്ത് നല്ല നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഫാത്തിമ തഹ്ലിയ അവിടെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ലതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നിങ്ങൾ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. പിണറായി വിജയൻ പോയോ ഇല്ലയോ എന്നല്ല, എപ്പം പോയെന്നാണ് ചോദിക്കേണ്ടത്. ഒരു സംഭവം ഉണ്ടായിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? സംഭവം ഉണ്ടാകുന്ന ആ സ്പോട്ടിൽ അവിടെ എത്തണം, അതാണ് വേണ്ടുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവരാണെങ്കിൽ അവിടെ ആ സമയത്തല്ലെങ്കിൽ പിറ്റേന്നാലും അവിടെ എത്തണം. അല്ലാതെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് പോയിട്ട് എന്ത് കാര്യം? പിന്നെ ഈ പറഞ്ഞിട്ട് കള്ളപ്രചരണം എഴുതി കൊടുത്തു പറയും. ഈ ഫാത്തിമ തഹ്ലിയ നിയമസഭയിൽ പ്രസംഗിച്ചിട്ട് മറുനാടൻ ഷാജഹാൻ സക്കറിയ വരെ അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം. പുള്ളി തന്നെ പറയുന്നത് കേട്ടു, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമേ അവിടെ സംസാരിച്ചുള്ളൂ. പിന്നെ സ്ത്രീകളുടെ വിഷയം എടുത്തിട്ട് അത് ഫാത്തിമ തഹ്ലിയ മാത്രം, പുള്ളിക്കാരിക്ക് മാത്രം വേണ്ടിയിട്ട് മാത്രമല്ല സംസാരിച്ചത്. ഫാത്തിമ തഹ്ലിയെ പോലെ ഒരുപാട് സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഈ ഒരു വിഷയത്തിന് ഫോട്ടോ വെച്ചിട്ട് തോന്നിയ രീതിയിൽ പല ആളുകളും പല രീതിയിലുള്ള
ഇതൊക്കെ തയ്യാറാക്കുന്നുണ്ട്, ഫോട്ടോയും തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പല കോലത്തിലുള്ള പല രൂപത്തിലുള്ള തുണിയും മണിയൊന്നും ഇല്ലാത്ത. അപ്പം അതിനെതിരെയാണ് പുള്ളിക്കാരി പ്രതികരിച്ചത്, അല്ലാതെ വിമർശിച്ചതിനോ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിനോ അതിനൊന്നുമല്ല. അത് ആദ്യം മനസ്സിലാക്കും. സഹോദരി, നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒരു ഫോട്ടോ എടുത്തിട്ട് തോന്നിവാസം കാണിച്ചിട്ട് നിങ്ങളെ ഇൻബോക്സിലോട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിലോട്ടോ ആരെങ്കിലും അയച്ചിട്ട് ഇതുപോലെ ഫേക്ക് വാർത്തകൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൈയെട്ടി നോക്കിക്കുമോ? ഇല്ല, നിങ്ങൾ നോക്കിക്കതിൽ. ഫാത്തിമ തഹ്ലിയ ഇവിടെ സംസാരിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്, അല്ലാതെ പുള്ളിക്കാരിക്ക് മാത്രം വേണ്ടിയിട്ടല്ല. അതിനൊരു നിയമം കൊണ്ടുവരുക, അതിനൊരു ഒരു 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 വര, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് അതിൻ്റെ ഒരു കുറച്ച് സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ കുറച്ച് കൺട്രോൾ ചെയ്യണം, നടപടി എടുക്കണമെന്നാണ് സംസാരിച്ചത്. നിങ്ങൾ എന്തുവാണ് പറയുന്നത്? ചുമ്മാ ആരെങ്കിലുമൊക്കെ എവിടെന്നോ ഈ പെണ്ണിനെ എഴുതി കൊടുത്ത ആരെങ്ങാണ്ടൊക്കെ എവിടെന്നോ വന്ന് എഴുതി കൊടുത്തത് കേട്ട് വായിക്കുവാണ്. നിങ്ങളാണ് നിയമസഭയിലെ ഒന്നും കാണാത്തത്. ബാക്കിയോടെ കേട്ടു നോക്കാം. പ്രിവിലേജ് ഉണ്ടോ? ഇല്ല. അനക്കെന്തും പറയാന്നാണോ? ഈ ആരെ കുറിച്ചാ പറഞ്ഞത്? മുഖ്യമന്ത്രി സന്ദർശിച്ചാൽ എന്ത്, സന്ദർശിച്ചില്ലെങ്കിൽ എന്ത്? പച്ചമണ സോഷ്യൽ മീഡിയയിലും നിയമസഭയിലും വന്നിട്ട് വിളമ്പരുത് മോളെ. അനക്കെന്തു ആവാലേ? അത് എന്റെ വീട്ടില് നിയമസഭങ്ങൾക്ക് തീരെ ഇത് തന്നിട്ടൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കണം. പച്ചക്കള്ളം പറയുമ്പോ നീ ഒരു പെണ്ണല്ലേ? ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത അപവാദം പരത്തുമ്പോ ആ പറഞ്ഞതിനെ മാറ്റി തിരുത്താൻ ഈ റെഡിയാണോ മോളെ തഹ്ലിയ? ആ പറഞ്ഞത് പച്ചക്കള്ളല്ലേ? ഓഗി ദുരന്ത സമയത്ത് പിണറായി വിജയൻ സന്ദർശിച്ചിട്ടില്ലേ? കവളപ്പാറ ദുരന്ത മുഖത്ത് പിണറായി വിജയൻ സന്ദർശിച്ചിട്ടില്ലേ? അന്നൊരു ഭരണത്തിനെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും മൂപ്പര് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പോലെ മുഖം തിരിഞ്ഞു നടന്നിട്ടില്ല. ഈ പെണ്ണാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി അതിനെതിരെ മാപ്പ് ചോദിക്കാൻ ഈ റെഡിയാണോ? ഈ റെഡി ആവാത്തോളം കാലം അനക്കെതിരെ സൈബർ ബുള്ളിങ്ങിന് ഈ സംസാരിച്ചിട്ട് കാര്യമില്ല. ആദ്യം സ്വയം നന്നാവണം, എന്നിട്ട് മറ്റുള്ളവർക്കെതിരെ നടപടി എടുക്കണം. അതല്ലാണ്ട് ഈ അനക്ക് തോന്നിയ പോലെ നടക്കുക, എന്നിട്ട് പിണറായി വിജയനെതിരെ കള്ളപ്രചരണം നടത്തുക, നടക്കൂല മോളെ. അതൊക്കെ അങ്ങ് നിങ്ങളെ പാർട്ടിക്കുള്ളിൽ നടക്കും. കേരളത്തിലെ പൊതുജനങ്ങൾ എടുത്തു വന്നിട്ട് ഈ മാതിരി ഊളത്തരം കാണിക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും പറയട്ടെ, ആ വീഡിയോ എടുത്തിട്ട് ഒന്ന് വിമർശനാത്മകമായ ചിന്തയിലൂടെ നീ കടന്നു പോകണം. എന്നിട്ട് നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നീ മാപ്പ് ചോദിക്കണം പിണറായി സഖാവിനോട്. അതിന് ധൈര്യം ഉണ്ടോ? എനിക്ക് നിയമസഭയിലെ സാമാജിക എന്നുള്ള രീതിയിൽ ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളൊന്ന് കാണട്ടെ. അപ്പോ ഇനിയും കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ നിനക്കെതിരെയും കള്ളപ്രചരണങ്ങൾ വരും. സോഷ്യൽ മീഡിയ ആർക്കും തോന്നിയ രീതിയിൽ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഒന്നും തന്നിട്ടില്ല. ഈ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനക്കെതിരെ ചെയ്യും, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. വീണ്ടും പറയട്ടെ, ഞങ്ങൾക്ക് എന്തും താങ്ങും. അന്നേ പറഞ്ഞത് ഞങ്ങൾക്ക് അത് താങ്ങൂലാന്ന്. അതുകൊണ്ട് ഇനി മുതൽ നിയമസഭയിൽ ആളുകൾക്ക്, ജനങ്ങൾക്ക്, കേരളത്തിലെ മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കണം. കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ട് സംസാരിക്കും. ഈ സഹോദരിയുടെ പറച്ചിലേട്ടാ തോന്നും ഈ സഹോദരിയുടെ പിണറായി വിജയന്റെ കൊച്ചുമോളും കണ്ട ഇതെന്നാണ് തോന്നുന്നു. മാപ്പ് പറയണമെന്ന്. മാപ്പ് പറയണമെന്ന്. മാപ്പല്ല പറയേണ്ടത്. ഇവിടെ പിണറായി വിജയൻ കവളപ്പാറയിലോ അല്ലെങ്കിൽ മലക്കപ്പാറയിലോ പോയില്ല എന്ന ഫാത്തിമ തഹ്ലിയ പറഞ്ഞെന്നാണ് ഈ സഹോദരി പറയുന്നത്. അതാണിപ്പോൾ ഇവർക്ക് വിഷയമില്ല. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു? നിങ്ങൾ അതൊന്നും കണ്ടില്ലേ? നിങ്ങളിത് മാത്രമേ കണ്ടുള്ളൂ. ഫാത്തിമ തഹ്ലിയ നിയമസഭയിൽ പ്രസംഗിച്ചത് മാത്രമേ, സ്പീച്ച് നടത്തിയത് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളം ലഹരി കൊണ്ടിട്ടുണ്ടല്ലോ, ലഹരി മൂത്ത് ഭ്രാന്തായ ഒരു കേരളമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെതിരെ നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ല. എന്തൊക്കെ വിഷയമുണ്ടോ പ്രതികരിക്കാൻ? പൊന്നു സഹോദരി, എന്തൊക്കെ വിഷയമുണ്ട്? നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്ക്. നിങ്ങൾ ആ പെരുമ്പാവൂരിലൊന്ന് പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നൊരു വീഡിയോ ഇട്. ഞങ്ങൾ അംഗീകരിക്കും. ഇതുപോലെ ചീള് കേസുമായിട്ട് എൻ്റെ പൊന്നു സഹോദരി, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇങ്ങനെ വരല്ലേ? എന്തുമാത്രം കാര്യങ്ങൾ സമൂഹത്തിൽ സംസാരിക്കാൻ നടക്കുന്നുണ്ട്. ലഹരി കൊണ്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് പോലും ഒന്ന് പ്രതികരിക്കേണ്ട. നിങ്ങളെ കൊണ്ടൊക്കെ ഇതിനെ പറ്റും. ആരെങ്കിലുമൊക്കെ കുറച്ച് ചിക്ലി കൈ തന്നാൽ അതെടുത്ത് പോക്കറ്റിൽ വെച്ചില്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. നമ്മളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തും കിട്ട് ചെയ്യുന്നതുമില്ല. നമ്മളൊക്കെ ഒറ്റ ഷോട്ടിലങ്ങ് പോവാ.
മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിനെ പറ്റിയിട്ട് ഇപ്പം ഇവർ പറഞ്ഞല്ലോ, ഫാത്തിമ തഹ്ലിയ എന്തോ നിയമസഭയിൽ പോയി എന്തോ അങ്ങ് കാണിച്ചു കൂട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തോ അങ്ങ് തെറ്റ് അപരാധം ചെയ്തെന്ന് പറഞ്ഞല്ലോ. സാജൻ സക്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫാത്തിമ തഹ്ലിയെ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയ അന്ന് അവിടെ സംസാരിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ ഷാജൻ സക്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ പഞ്ഞിക്കിടുമ്പോഴാണ് ഫാത്തിമ ചോദ്യോത്തരവേള ഉപയോഗിച്ചത് ശ്രദ്ധേയമായൊരു ചോദ്യത്തിനാണ്. ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഒരു ആശ്വാസമായി മാറി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പം പൊതുവിൽ എടുക്കാറുള്ള നിലപാട് ബോധവൽക്കരണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പലപ്പോഴും ഈ വിഷയങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ മറന്നു പോകുമ്പം ഇത് ഒരു വലിയ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ ദൗത്യം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും